മലയാളികളുടെ മൺമറഞ്ഞ കവിയും എഴുത്തുകാരനുമായ ശ്രീ കാരുകുളം വിശ്വൻ എറണാകുളം ജില്ലയിൽ ആലുവായ്ക്കടുത്ത് കാരുകുളം എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഭാസ്കരൻ നായരുടെയും ഭാർഗവി അമ്മയുടെയും മകനായി 1950 ആയിരുന്നു ജനനം. എഴുത്തുകാരനായ ശ്രീ വിശ്വൻ 1979 ആരൂഢം എന്ന ഒരു നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിൽ എഴുത്തിലേക്കുള്ള കാൽവയ്പുകളായിരുന്നു. ആദ്യകാലങ്ങളിൽ പെരുമ്പാവൂരിലെ ആശാൻ സാഹിത്യവേദിയിലെ അംഗമായിരുന്നു. ഇദ്ദേഹം എഴുതിയ പല കഥകളും നാടകങ്ങളും തൃശൂർ ആകാശവാണിയിലൂടെ സംപ്രേക്ഷണം ചെയ്തിട്ടുണ്ട്. പഴയകാല സിനിമാപാട്ടുകളെ കോർത്തിണക്കിയുള്ള പ്രതിഭാസംഗമം എന്ന ഒരു പരിപാടിയാണ് അവസാനം അവതരിപ്പിച്ചത്. ഇതിനെല്ലാം പുറമെ ഒരു ഗാനരചയിതാവു കൂടിയായിരുന്നു ഇദ്ദേഹം. ഭക്തിഗാനങ്ങൾ ആണ് കൂടുതലായി എഴുതിയിട്ടുള്ളത്. അമ്മേ മൂകാംബിക എന്ന സിഡിയിലൂടെയാണ് തുടക്കം കുറിച്ചത്. അതിനുശേഷം അയ്യപ്പഗാനങ്ങളും കൃഷ്ണസ്തുതികളും എഴുതിയിട്ടുണ്ട്. 1980 മുതൽ 1986 കാലഘട്ടങ്ങളിൽ തൃശൂർ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആശ്രമത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു 1986 ഇദ്ദേഹത്തിന് ഗവൺമെന്റ് സർവീസിൽ ജോലി ലഭിക്കാൻ ഇടയായത്. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇറിഗേഷൻ സെക്ഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ 2005 ആയിരുന്നു റിട്ടയർമെന്റ്. സർവീസിൽ നിന്ന് വിരമിച്ചതിനുശേഷം 10 വർഷക്കാലം എഴുത്തുകാരനു ഉപരിയായി ഒരു കൃഷിക്കാരൻ കൂടിയായിരുന്നു. പ്രകൃതിയെയും പഴമയെയും സ്നേഹിക്കുന്ന ഒരാളായിരുന്നു ശ്രീ കാരുകുളം വിശ്വൻ. ഇദ്ദേഹത്തെപ്പറ്റി എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ജനങ്ങൾ ഇന്ന് ആധുനിക പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇദ്ദേഹം എന്നും യാതൊരു ആർഭാടങ്ങളും ഇല്ലാതെ ഒരു സാധാരണ മനുഷ്യജീവിതമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. ജീവിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു തന്റെ ലോകത്തോടുള്ള വിടപറയൽ രാമായണ മാസമായ കർക്കടകത്തിൽ ആയിരിക്കണമെന്ന്. അത് എന്തായാലും ഭഗവാൻ സാധിച്ചു കൊടുത്തു എന്ന് തന്നെ പറയാം. അതുകൊണ്ടുതന്നെ ആയിരിക്കണം ലോകത്തോട്യാത്ര പറഞ്ഞ ആ ദിവസവും പതിവുപോലെ രാമായണ ഗ്രന്ഥം വായിക്കാൻ ഭഗവാൻ സാധിച്ചു കൊടുത്തത്. സഞ്ചരിക്കാൻ എന്നും സത്യത്തിന്റെ പാതയാണ് നല്ലത് എന്ന ചിന്താഗതിക്കാരനായതുകൊണ്ടായിരിക്കും ആ പാതയിലൂടെ നടന്നു നീങ്ങി അവസാനം 13 ഓഗസ്റ്റ് 2016 ശ്രീ കാരുകുളം വിശ്വൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഭദ്രേ പാതുമാം.